നമുക്ക് 89 നോക്കാം. The Galois field G of p raised to n has exactly one subfield of order p raised to d for every divisor d of n. സോ ഇവിടെ പറയുന്നത് ഗാൽവ ഫീൽഡാണ് ജി എഫ് പി റൈസ് ടു എൻ. ഗാൽവ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ പി റൈസ് ടു എൻ വരുന്നൊരു ഫീൽഡ്. അങ്ങനൊരു ഫീൽഡ് നമ്മൾ എടുത്താൽ അതിന് ഹാസ് എക്സാക്ട്ലി വൺ സബ് ഫീൽഡ്. അതിൻ്റെ സബ് ഫീൽഡിൻ്റെ എല്ലാം ഓർഡർസും പി റൈസ് ടു ഡി ആയിരിക്കും. കാരണം എന്താ? ഇപ്പോൾ ഡി ഈസ് എ ഡിവൈസർ ഓഫ് എൻ. അത് നമ്മൾ ഓൾജിബ്രയിൽ പഠിക്കുന്ന ഒരു റിസൾട്ടാണ്. കാരണം ഒരു ഗ്രൂപ്പിൻ്റെ ഓർഡർ പി റൈസ് ടു എൻ ആണെങ്കിൽ അതിനകത്ത് സെറ്റ് പി കണ്ടെയ്ൻ ചെയ്യും. സോ അതിനകത്തെ എല്ലാ സബ് ഫീൽഡും എന്താണ്? ഈ ജി എഫ് പി റൈസ് ടു എൻ്റെ എല്ലാ സബ് ഫീൽഡും സം പി റൈസ് ടു ഡി എന്ന് പറയുന്ന ഫോമിലേ വരുവത്തുള്ളൂ. ഡി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡിവൈസർ ഓഫ് എൻ ആയിരിക്കണം. അത് നമുക്കറിയാം. സബ് ഫീൽഡ് ജി എഫ് പി റൈസ് ടു എൻ സബ് ഫീൽഡ് ഓഫ് ഓർഡർ പി റൈസ് ടു ഡി എക്സിസ്റ്റ് ചെയ്യും ഫോർ എവറി ഡിവൈസർ ഡി ഓഫ് എൻ. എന്നാൽ ഓരോ ഡിവൈസറിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു സബ് ഫീൽഡ് എക്സാക്ട്ലി വൺ സബ് ഫീൽഡ് ഓഫ് ഓർഡർ പി റൈസ് ടു ഡിയെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, the Galois field G of p raised to n has exactly one subfield of order p raised to d for every divisor d of n. ഓക്കെ, അതായത് ഒന്നുകൂടെ പറയാം. ഗാൽവ ഗ്രൂപ്പ് ജി എഫ് പി റൈസ് ടു എൻ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ പി റൈസ് ടു ഡി എക്സിസ്റ്റ് ചെയ്യും ഫോർ എവറി ഡിവൈസർ ഡി ഓഫ് എൻ. അത് നമുക്കറിയാം. കാരണം ഓർഡർ പി റൈസ് ടു എൻ ആണ് ഗാൽവ ഗ്രൂപ്പിൻ്റെ ഓർഡർ. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ സബ് ഫീൽഡും പി റൈസ് ടു ഡി ഫോമിലായിരിക്കും. ഡി എന്ന് പറയുന്ന ഡിവൈസർ ഓഫ് എൻ ആയിരിക്കും. ഇത് നമ്മൾ ഓൾജിബ്രയിൽ പഠിക്കുന്ന കാര്യമാണ്. എന്നാൽ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഓരോ ഡിവൈസിനും കറസ്പോണ്ടിങ് ആയിട്ടും ഒറ്റ സബ് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ആ സബ് ഫീൽഡ് യുണീക്കാണ്. അതാണ് അവിടെ പ്രൂവ് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ആസ് എക്സാക്ട്ലി വൺ സബ് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, പ്രൂഫിലേക്ക് പോകാം. ബൈ തിയറം 67. തിയറം 67 പറയുന്നത് എന്താണ്? ഗാൽവ ഗ്രൂപ്പ് ഓഫ് ജി എഫ് ഓഫ് പി റൈസ് ടു എൻ ഓവർ ജി എഫ് ഓഫ് പി ഈസ് ഐസോമോർഫിക് ടു സെഡ് എൻ എന്നാണ്. സോ ഈ ഗാൽവ ഗ്രൂപ്പ് സെഡ് എന്നുമായിട്ട് ഐസോമോർഫിക് ആയതുകൊണ്ട് തന്നെ ഈ ഗാൽവ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? സെഡ് എൻ ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ. അതുകൊണ്ട് തന്നെ ഈ ഗാൽവ ഗ്രൂപ്പ് എന്തായിരിക്കും? സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ ആയിരിക്കും. സോ ഞാൻ ഇതിങ്ങനെ ഇത്രയും വലുതായിട്ട് എഴുതാൻ കഴിയില്ലാത്തതുകൊണ്ട് അതിന് ജി എന്ന് കൊടുക്കുകയാണ്. ലെറ്റ് ജി ഈസ് ഈക്വൽ ടു ഗാൽവ ഗ്രൂപ്പ് ഓഫ് ജി എഫ് ഓഫ് പി റൈസ് ടു എൻ ഓവർ ജി എഫ് ഓഫ് പി. സോ ഇത് ഐസോമോർഫിക് ടു സെഡ് എൻ ആയതുകൊണ്ട് തന്നെ ജി ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ ആണ്. ദെൻ ബൈ ദ റിസൾട്ട്, ഇനി നമ്മൾ അബ്സ്ട്രാക്ട് ഓൾജിബ്രയിൽ പഠിക്കുന്ന ഒരു റിസൾട്ടാണ് ഇവിടെ പറയുന്നത്. If G is a cyclic group of order n, then G has a unique subgroup of order d for each divisor d of n. G എന്ന് പറയുന്നൊരു സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n ആണെങ്കിൽ ജിക്ക് യുണീക്ക് സബ് ഗ്രൂപ്പ്, ഒരൊറ്റ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ഡി എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ ഫോർ ഈച്ച് ഡിവൈസർ ഡി ഓഫ് എൻ. ഓക്കെ, സോ ഇവിടെയും നമുക്ക് നമ്മുടെ ജിയും സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ജി ഹാസ് എക്സാക്ട്ലി യുണീക്ക് സബ് ഗ്രൂപ്പാണ്. സോ ജി ഹാസ് എക്സാക്ട്ലി വൺ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ഡി ഫോർ എവറി ഡിവൈസർ ഡി ഓഫ് എൻ. Now a subgroup of order D has index n by d. ഒരു സബ് ഗ്രൂപ്പ് ജി എച്ച് എന്ന് പറയുന്നൊരു സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് എന്ത് വരും? ഓർഡർ ഓഫ് ജി ബൈ ഓർഡർ ഓഫ് എച്ച് അല്ലേ ഇൻഡെക്സ് വരിക. ഓർഡർ ഓഫ് ജി എൻ ആണ്. അതുകൊണ്ട് തന്നെ ഓർഡർ ഓഫ് എച്ച് സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ ഡി ആണെങ്കിൽ എന്ത് വരും? ഇൻഡെക്സ് എൻ ബൈ ഡി എന്ന് വരും. നൗ എ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ഡി ഹാസ് ഇൻഡെക്സ് എൻ ബൈ ഡി. ദെൻ ബൈ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഗാൽവ തിയറി പാർട്ട് 4. നമ്മുടെ പാർട്ട് 4 പറയുന്നത് എന്താണ്? അത് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പാർട്ട് 4 നമുക്ക് കിട്ടുന്നുണ്ട് ഡിഗ്രി ഓഫ് ബി ഓവർ എഫ്. ബി എന്ന് പറയുന്നത് എന്താണ്? ഇക്കും എഫിനകത്തും ഇടയ്ക്കുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഫീൽഡാണ്. സോ ഡിഗ്രി ഓഫ് ബി ഓവർ എഫും എന്താണ്? ഇൻഡെക്സ് ഓഫ് ജി ഓവർ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ബൈ ബി, ഇ ഓവർ ബി. ഇൻഡെക്സ് എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി എന്ന് പറയുന്നത് ജിയുടെ എന്താണ്? സബ് ഗ്രൂപ്പാണ്. ജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ എഫ് ആണ് അവിടെ. സോ എന്താണ്? നമ്മൾ ബി എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് എടുത്താൽ ഡിഗ്രി ഓഫ് ബി ഓവർ എഫ് ഫീൽഡായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് ബി ഓവർ എഫും അതേപോലെ ബി വെച്ചിട്ടുള്ള ഗാൽവ ഗ്രൂപ്പ്, അതാണ് ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി. സോ എന്താണ്? അതിൻ്റെ ഇൻഡെക്സും എന്താണ്? സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അതായത് ബി എന്ന് പറയുന്നൊരു ഇൻ്റർമീഡിയറ്റ് ഫീൽഡ്, ഇപ്പോൾ ഗാൽവ ഗ്രൂപ്പ് ഓഫ് ഇ ഓവർ ബി എടുത്താൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് ബി ഓവർ എഫ് ആണ്. സോ നമുക്കിവിടെ ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് കിട്ടിയ അതിൻ്റെ ഇൻഡെക്സ് ഡി ആണ്. അതിൻ്റെ ഇൻഡെക്സ് എൻ ബൈ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഗാൽവ തിയറി വെച്ച് എനിക്ക് എന്ത് പറയാം? ആ കറസ്പോണ്ടിങ് ഇൻ്റർമീഡിയറ്റ് ഫീൽഡിൻ്റെ ഡിഗ്രി എന്താണ്? എൻ ബൈ ഡി തന്നെ വരുമെന്ന്. ഇൻഡെക്സും ഡിഗ്രിയും ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ റിസൾട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ദ കറസ്പോണ്ടിങ് ഇവിടെ ഒരു സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ഡിക്ക് ഇൻഡെക്സ് എൻ ബൈ ഡി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് എന്താണ്? ഇവിടെ ബി എഫും ഫീൽഡ്സ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ഇൻ്റർമീഡിയറ്റ് ഫീൽഡിൻ്റെ ഓർഡർ എന്തായിരിക്കും? എൻ ബൈ ഡി ആണ് വരിക. ഓക്കെ, ബട്ട് ഡി വേരീസ് ഓവർ ഓൾ ഡിവൈസേഴ്സ് ഓഫ് എൻ. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവൈസേഴ്സ് ഓഫ് എൻ. സോ അതെല്ലാ ഡിവൈസറും എടുക്കും. അതുകൊണ്ട് തന്നെ എൻ ബൈ ഡി വേരീസ് ഓഫ് ഓൾ ഡിവൈസേഴ്സ് ഓഫ് എൻ. അതുകൊണ്ട് തന്നെ എൻ ബൈ ഡിയും എന്താണ്? ഓരോ ഡിവൈസർ എന്നിൻ്റെ ഒരു ഡിവൈസർ ഡി എടുക്കുമ്പോൾ ഒരു എൻ ബൈ ഡി കിട്ടും.
അപ്പോൾ എത്ര എൻ ബൈ ഡി ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് ഡിവൈസസ് ഓഫ് എൻ തന്നെയായിരിക്കും വരിക. എത്ര ഡി ഉണ്ടോ അത്രയും എൻ ബൈ ഡി വരും. ഓക്കെ. സോ നമുക്ക് എത്ര ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് കൂടെ ഉണ്ടെന്ന് കിട്ടും? ഓരോ ഡിവൈസിനും കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് ഉണ്ടെന്നല്ലേ ഇവിടെ കിട്ടുക. കാരണം എന്താണ്, സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ഡി അതിൻ്റെ ഇൻഡെക്സ് എൻ ബൈ ഡി ആണെങ്കിൽ കറസ്പോണ്ടിങ് ഇൻ്റർമീഡിയറ്റിൻ്റെ ഫീൽഡിൻ്റെ ഡിഗ്രിയും എൻ ബൈ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ എൻ ബൈ ഡി ഡിഗ്രി വരുന്ന എത്ര ഇൻ്റർമീഡിയറ്റ് ഫീൽഡ്സ് ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? ഡി എണ്ണം. എത്ര ഡിവൈസ് കൊണ്ടോ അത്ര എൻ ബൈ ഡി വരും എന്നല്ലേ പറഞ്ഞത്. സോ ഇൻ്റർമീഡിയറ്റ് ഫീൽഡ്സ് എത്ര എണ്ണം ഉണ്ട്? നമ്പർ ഓഫ് ഡിവൈസസ് ഡിക്ക് ഈക്വലാണ്. സോ അതാണ് പറയുന്നത് ഹെൻസ് ഗാൽവോ ഗ്രൂപ്പ് ജി എഫ് ഓഫ് പി റൈസ് ടു എൻ ഓവർ ജി എഫ് ഓഫ് പി. നമ്മളിവിടെ ജി എന്ന് പറയുന്ന ഫീൽഡ് ഏതാണ്? ജി എഫ് ഓഫ് പി റൈസ് ടു എൻ അല്ലേ. സോ ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് പറയുമ്പോൾ ഏതാണ് എടുക്കുന്നത്? ഗാൽവോ ഗ്രൂപ്പ് ഓഫ് ജി എഫ് ഓഫ് പി റൈസ് ടു എൻ ഓവർ ജി എഫ് ഓഫ് പി ആണ് ഇവിടെ. സോ ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് ഓഫ് എന്താണ്? ഗാൽവോ ഗ്രൂപ്പ് ഓഫ് പി റൈസ് ടു എൻ ആണ്. So GF of P raised to n over GF of P has intermediate fields corresponding to each divisor D of n. അത് നമുക്ക് കിട്ടും. ഇനി എന്താണ്, അത് യുണീക്ക് ആണെന്ന് ഓരോ ഇൻ്റർമീഡിയറ്റ് ഫീൽഡിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ഓരോ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും യുണീക്ക് സബ് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ കിട്ടിയ ഓരോ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഇൻ്റർമീഡിയറ്റ് ഫീൽഡ്, സോ ജി എഫ് ഓഫ് പി റൈസ് ടു n സബ് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് കിട്ടി. ഇനി അത് യുണീക്ക് ആണെന്ന് കൂടെ പ്രൂവ് ചെയ്താൽ മതി. സിൻസ് ജി ഹാസ് എ യുണീക്ക് സബ് ഗ്രൂപ്പ് ഓഫ് ഇൻഡെക്സ് എൻ ബൈ ഡി, നമ്മളിവിടെ പറഞ്ഞായിരുന്നു ജിക്ക് എക്സാക്ട്ലി വൺ സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ ഡി ആണ് എക്സിസ്റ്റ് ചെയ്യുക ഫോർ എവറി ഡിവൈസർ ഡി ഓഫ് എൻ. ആ സബ് ഗ്രൂപ്പിൻ്റെ ഇൻഡെക്സ് ആണ് എൻ ബൈ ഡി. സോ എൻ ബൈ ഡി ഒരു പർട്ടിക്കുലർ ഡിക്ക് ഒരു എൻ ബൈ ഡി ഞാൻ ഫിക്സ് ചെയ്താൽ ആ എൻ ബൈ ഡി ഇൻഡെക്സ് വരുന്ന എത്ര സബ് ഗ്രൂപ്പ് ഉണ്ട്? ഒറ്റ സബ് ഗ്രൂപ്പേ ഉള്ളൂ ജിക്ക്, യുണീക്കാണ്. സോ ജി ഹാസ് എ യുണീക്ക് സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ ബൈ ഡി. സോ ദി ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് ഓഫ് ഡിഗ്രി എൻ ബൈ ഡി എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. സോ ഇവിടെ ഡിഗ്രി ഇൻഡെക്സ് എൻ ബൈ ഡി ഉള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ, സബ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻ്റർമീഡിയറ്റ് ഫീൽഡിൻ്റെ ഡിഗ്രി എൻ ബൈ ഡി. സോ ഈ സബ് ഗ്രൂപ്പ് യുണീക്ക് ആയതുകൊണ്ട് തന്നെ കറസ്പോണ്ടിങ് ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് എന്താണ്? യുണീക്കാന്ന് കിട്ടും. സോ ദി ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് ഓഫ് എൻ ബൈ ഡി ഡിഗ്രി എൻ ബൈ ഡി ഈസ് യുണീക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ജി എഫ് ഓഫ് പി റൈസ് ടു എൻ ഹാസ് എക്സാക്ട്ലി വൺ സബ് ഫീൽഡ് ആയിരിക്കും ഫോർ എവറി ഡിവൈസർ ഡി ഓഫ് എൻ. ഓരോ ഡിവൈസർ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും എത്ര സബ് ഫീൽഡേ ഉള്ളൂ? ഒരൊറ്റ സബ് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ സബ് ഫീൽഡ് ഓഫ് ഓർഡർ പി റൈസ് ടു ഡി, അത് നമുക്ക് ഓൾജിബ്രയിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ്. ഇത് പി റൈസ് ടു എൻ ഓർഡറുള്ള ഏതൊരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സബ് ഗ്രൂപ്പിൻ്റെ ഓർഡർ പി റൈസ് ടു ഡി ആണ് ഫോർ എവറി ഡിവൈസർ ഡി ഓഫ് എൻ. ആ പി റൈസ് ടു ഡി ആണ് അതിൻ്റെ ഓർഡർ എന്നുള്ളതിന് ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. സോ ജി എഫ് ഓഫ് പി റൈസ് ടു എൻ നമുക്ക് ഓരോ ഫോർ എവറി ഡിവൈസർ ഡി ഓഫ് എൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു യുണീക്ക് ഇൻ്റർമീഡിയറ്റ് ഫീൽഡ് കിട്ടും. ഓക്കെ.